നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ തൊടുപുഴയെ നടുക്കിയ മരണം, 2 വിദ്യാർത്ഥികളുടെ ജീവൻ അപഹരിച്ച അരുവിക്കുത്തും അതിൻ്റെ പരിസരവും നാട്ടുരാജ്യ ന്യൂസിലൂടെ. മലങ്കരയിൽ ഇന്നലെ അപകടം നടന്ന കുത്തിലേക്ക് തൊടുപുഴ മുട്ടം വഴിക്ക് മലങ്കരയിൽ നിന്ന് കയറി വരുന്ന റോഡാണിത്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ഉൾവഴിയിലേക്കാണ് പോകുന്നത്. വഴി തന്നെ പേടിയാവും കണ്ടാൽ. യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാത്ത കാട് പിടിച്ചു കിടക്കുന്ന ഈ സ്ഥലങ്ങളിലേക്ക് ടൂറിസ്റ്റ് സ്ഥലങ്ങളുടെ ഗൂഗിൾ മാപ്പ് നോക്കി നിരവധി ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്താറുള്ളത്. ഇന്നലെ നടന്ന അപകടത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെയും അതറിയാതെയും ഇന്ന് രാവിലെ തന്നെ നിരവധി ടൂറിസ്റ്റുകളാണ് ഈ സ്ഥലം സന്ദർശിക്കുന്നത്. വളരെ അപകടം പിടിച്ച ഒരു മേഖലയാണ്. നിരവധി ആൾക്കാർ ഇവിടെ കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെയോ വില്ലേജിൻ്റെയോ ഒരു അപകടം സൂചിപ്പിക്കുന്ന ഒരു ബോർഡ് വരെയില്ല. MVIP ഇടതുകര കനാൽ എന്ന് മാത്രം ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ. ഇത് വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണ്. അപ്പോൾ അത് ഇപ്പോഴും ആൾക്കാർ കാണാനൊക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് ഇന്നലെ 2 പേരുടെ വിലപ്പെട്ട ജീവൻ വിദ്യാർത്ഥികളുടെ നഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇന്നും ഇപ്പോൾ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവരറിഞ്ഞു കാണില്ലായിരിക്കും. അപകട രീതി സൂചിപ്പിക്കുന്ന ഒരു സിഗ്നലും ഒരു ബോർഡും ഇവിടെ ഇല്ല എന്നുള്ളതാണ് മെയിൻ സംഭവം. ഇതിപ്പോൾ വെള്ളം കണ്ടാൽ നല്ല രീതിയിൽ തോന്നും, പക്ഷേ കാല് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളത്തിൽ വീഴും. ഇതാണ് ഇവിടുത്തെ ഭൂമിശാസ്ത്രമായ ഈ വെള്ളമൊഴുക്കിൻ്റെയും ഇവിടെ ഈ പ്രദേശത്തിൻ്റെയും ഘടന ഇത് തന്നെയാണ്. മാന്യ പ്രേക്ഷകരെ, ഇടുക്കി തൊടുപുഴ പ്രദേശവും ടൂറിസ്റ്റിൻ്റെ ആവാസ കേന്ദ്രങ്ങളാണ്. വളരെ പ്രകൃതി മനോഹരമായ ഭംഗി ആസ്വദിക്കാനായിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ടൂറിസ്റ്റുകൾ ഇടം തേടി അത് നമ്മുടെ നെറ്റിലേക്ക് നോക്കി വരുന്നതാണ്. പക്ഷേ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. ഇപ്പോൾ ഇന്നലെ ഇവിടെ വിലപ്പെട്ട ജീവൻ 2 പിള്ളേരെ നഷ്ടപ്പെട്ടു. വളരെ ഡേഞ്ചറായ സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഒരു അപകടം സൂചിപ്പിക്കുന്നതോ ഈ ടൂറിസ്റ്റിനെ പറ്റിയോ ഒരു ബോർഡ് സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല. അതിനെപ്പറ്റി നമ്മുടെ ഇപ്പോൾ ഇവിടെ വന്നവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ചേട്ടാ, അതിന് എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല ബോർഡില്ലാത്തതിൻ്റെ? ഇവിടെ ഒരു നെയിം ബോർഡോ എന്തെങ്കിലും ഒന്നുമില്ല, ഒരു മുന്നറിയിപ്പ് ബോർഡോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞാൽ അപകടത്തിലേക്കാണ് പോണേ. അത് പേടിച്ചിട്ട് നിൽക്കുക നിങ്ങൾ. ഇത് തന്നെയാണ് രാവിലെ തന്നെ പ്രഭാതത്തിൽ അവരിപ്പോൾ ഈ അപകടം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല ഇതിങ്ങനെ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വരുന്നതാണ്. പക്ഷേ ഇവർക്ക് വേണ്ട ഗൈഡൻസോ നിർദ്ദേശങ്ങളോ നൽകാൻ ഇവിടുത്തെ പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ടൂറിസ്റ്റ് വകുപ്പിൽ നിന്നോ ഒരു രീതിയും കാണിച്ചിട്ടില്ല. അത് വലിയൊരു കെടുകാര്യസ്ഥതയാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണമെന്നും സൂചിപ്പിക്കാം. പിന്നെ ഇവിടുത്തെ പ്രകൃതിയൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ പല രീതിയിലുള്ള ലഹരി ഉപയോഗങ്ങളും പ്രകൃതി വിരുദ്ധ നമ്മുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. പോലീസൊക്കെ വല്ലപ്പോഴും ഒരു കയറി ഇറങ്ങി വന്ന് പോവുകയാണെങ്കിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവില്ല. ഈ അവിടെ പോയാൽ കിടക്കുന്നു. അപ്പോൾ ഇന്നലെ പോയ ആൾ അവിടെ പോയാണ് കിടന്ന വെള്ളത്തിൻ്റെ അടിയിൽ നിന്നല്ലേ എടുത്തത്? വെള്ളത്തിനടിയിൽ നടത്തേ. അപ്പോൾ മുങ്ങിപ്പോയി. ഈ പെണ്ണിങ്ങനെ 2 പേരും ഒരുമിച്ച്. അല്ല, ഈ 6 മണിക്ക് കഴിഞ്ഞ് ഇവർ വെയിറ്റ് ചെയ്യാനും കൂടെ ഒരു ദുരകഥയുണ്ട് അതിനകത്ത്. കണ്ടായിരുന്നോ ഡെഡ് ബോഡി എടുക്കണേ ചേട്ടൻ? ഞാനിന്നലെ കൂടി എടുത്തത്. ചേട്ടൻ കൂടി എടുത്തേ. എത്ര സമയമായി എടുത്തപ്പോൾ? ഇവർ അപകടത്തിൽപ്പെട്ടിട്ട് എന്തൊരു സമയമായി കാണും? അപകടത്തിൽപ്പെട്ടേക്കണ അത് പറയാൻ പറ്റത്തില്ല. കാരണം രാവിലെ മുതൽ ബാഗ് അവിടെ ഇരിക്കുന്നു. രാവിലെ തൊട്ട് ബാഗ് അവിടെ ഇരിപ്പുണ്ട്, ആളില്ല. 2 മൊബൈലും വെളിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് പിള്ളേർ അവിടെ നിന്ന് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഞാൻ അറിയുക. പിള്ളേർ എവിടെ നിന്ന് കോളേജിൽ നിന്ന് അന്വേഷിച്ച് വേറെ സ്ഥലത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. ആണോ? ഇവിടെ വന്നു. അപ്പോൾ ബാഗും സാധനം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ രാവിലെ പോയതായിരിക്കും. മൊബൈലിൻ്റെ ലൊക്കേഷൻ നോക്കി അങ്ങനെ വന്നതായിരിക്കും. അല്ല, അവരിവിടെ അപ്പം അവരിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവരിവിടെ വന്നിട്ട് ഇത് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി. ഇപ്പോൾ എന്നോട് ചോദിച്ചു അങ്ങോട്ട് പോകണം. പെണ്ണാ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിലെ അങ്ങനെ ഇറങ്ങുന്നത്. അപ്പം അതെന്തൊരു സമയമായിരുന്നു? രാവിലെ.
അപ്പോൾ രാവിലെ തന്നെ അവർ ആ വെള്ളത്തിൽ വന്നു. ചില വസ്ത്രമൊക്കെ ഉണ്ടായിരുന്നോ ഡെഡ് ബോഡി എടുത്തപ്പോൾ? പിന്നെ പെണ്ണിന് ഇത്ര ഉള്ള നിക്കറും ബ്രേസറും. അല്ല, മേൽവസ്ത്രങ്ങളുണ്ടായിരുന്നോ? മേൽവസ്ത്രം ഇല്ല, മേൽവസ്ത്രം എല്ലാം അവിടെ അഴിച്ചു വെച്ചേക്കാണ്. അപ്പോൾ മേൽവസ്ത്രം അഴിച്ചു വെച്ചിട്ട് ജസ്റ്റ് ചിലപ്പോൾ കുളിക്കാനായിട്ട് ഇറങ്ങിയതായിരിക്കും. അല്ല, എന്നാലും ഒരു തോർത്തോ കാര്യങ്ങളോ ഇല്ലാതെ ഇവരങ്ങനെ കുളിക്കുമോ? അതിപ്പോൾ വെള്ളം കണ്ടപ്പോൾ വെച്ച് ഉണങ്ങുമല്ലോ, പ്രകൃതിയായിട്ട് ഒത്ത് എങ്ങനെയെങ്കിലും പോകാനായിരിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു. ഡ്രസ്സൊക്കെ അഴിച്ച് ചെറുക്കൻ്റെയോ? ചെറുക്കന് നിക്കറുണ്ട്. അല്ല, പാൻറ്റും ഷർട്ടൊക്കെ എല്ലാം അവിടെ അഴിച്ചു വെച്ചേക്കുക. എല്ലാം അഴിച്ചു വെച്ചേക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇവരെ അറിയപ്പെടുന്നത് ഇവരെങ്ങനെയെങ്കിലും ഡ്രസ്സ് കുളിക്കാനായി മനഃപൂർവ്വം ഇറങ്ങിയതാണോ, അറിയാതെ തെന്നി വീണതായിരിക്കാനാണോ സാധ്യത എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഈ ചെറുക്കനെങ്കിലും തെന്നി വീണതായപ്പോൾ പെണ്ണ് രക്ഷിക്കാനായിട്ട് തുടങ്ങിയാൽ തലയിടിച്ച് കാണും, മുറിവുണ്ട്. പെണ്ണ് രക്ഷിക്കാൻ ചാടിയതായിരിക്കണം ചെറുക്കൻ. ചെറുക്കനല്ല, ചെറുക്കന് നീന്തൽ അറിയാമെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചാൽ അല്ല, ചെറുക്കൻ തലയിടിച്ച് വീണി പിന്നെ നീന്താൻ പറ്റില്ലായിരിക്കും. അപ്പോൾ പെണ്ണ് രക്ഷിക്കാൻ ഇറങ്ങി പെണ്ണ് പോയി കാണും. അപകടത്തിൽ സ്റ്റുഡൻറ്റ്, അതായത് വിദ്യാർത്ഥി അവിടെയും വിദ്യാർത്ഥിനി ഒഴുകി വന്ന് കിടന്ന സ്ഥലമാണ് ഈ ചേട്ടൻ കാണിക്കുന്നത്. ആ പത പൊങ്ങുന്നിടത്തില്ലേ? വേണ്ടേ? ആ 3 കൂടിയ കല്ലിരിക്കണേ, 4 കൂടിയ കല്ലിൻ്റെ ഇടയ്ക്കാണ് കിടന്നത് അല്ലേ? വെള്ളം ചേർന്ന് അവിടെ പൊങ്ങി കിടക്കുമായിരുന്നു. അതിൻ്റെ അടിയിലായിരുന്നു. അപ്പോൾ അടിയിലായിരുന്നു. അവിടെ ഇച്ചിരി വെള്ളമുണ്ട്, ഒരു ഇത്ര മുഴുവൻ ഉള്ള താമസിക്കുന്ന ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഒരു അപകടം പിടിക്കുന്ന ബോർഡ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ടൂറിസ്റ്റ് വകുപ്പിനോ ഇവിടുത്തെ പഞ്ചായത്ത് ബ്ലോക്ക് അതോറിറ്റിക്കോ അടിയന്തരമായിട്ട് ഇവിടെ ഒരു ബോർഡ് സ്ഥാപിക്കേണ്ടതാണ്. പിന്നെ പോലീസിനെ 2 ആഴ്ചയിലെങ്കിലും ഒരു ചെക്കിങ്ങിന് വിട്ട് ഇവിടെ കാര്യങ്ങൾ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കേണ്ട ഒരു വലിയൊരു അവസ്ഥയാണ് അല്ലേ? വരുന്ന വഴി കണ്ടാൽ തന്നെ പേടിയാവും അല്ലേ? പിന്നെ ആണോന്ന് ഒന്നും തെളിക്കുപോലുമില്ല. തെളിക്ക് വരുന്നത്. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് മലങ്കരയിൽ നിന്നും കെ വിജയൻ.